വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മുള്ളിന്മേൽ എന്ന പോലുള്ള ആ കാത്തിരിപ്പ് അത് 10 മണിയോളമായിട്ട് തീരുമാനമായിട്ടില്ല. ഉള്ളിലൊരു നെരിപ്പോടുമായി അവരെല്ലാം മല്ലിക്ക് വേണ്ടി കാത്തിരുന്നു. അത്രയും വൈകുന്ന എന്തെന്ന് അന്വേഷിച്ചു നോക്കിയപ്പോൾ മേജർ ഓപ്പറേഷനാണ്, അത്യാവശ്യം റിസ്ക് ഉണ്ട്, തീരാൻ സമയമെടുക്കുമെന്നാണ് കിട്ടിയ മറുപടി. അതോടെ കാത്തിരിക്കുന്നവരുടെ ഭയവും ആശങ്കയും ഒന്നുകൂടി വലുതായി. ശാന്തിയും ശെൽവണനും പ്രാർത്ഥനയോടാണ് കാത്തിരിപ്പെങ്കിൽ വിശയും മുരുകനും ഉള്ളിലെ സംഘർഷവും ആശങ്കയും കൂടി മറച്ചു പിടിക്കുന്നുണ്ടായിരുന്നു. പരസ്പരം നോക്കുമ്പോൾ മുരുകന്റെ മ്ലാനത നിറഞ്ഞ മുഖം, വിശക്ക് പിന്നെ മൗനമാണ്. കല്ലിച്ച് കിടക്കുന്ന അവന്റെ മുഖം, ആ മനസ്സിനുള്ളിൽ എന്താണെന്ന് മുരുകന് മനസ്സിലാവുന്നില്ല. അതുവരെയുള്ള പോലെ ഒരാളല്ല അവനിപ്പോ. വക്കീലിനെ കാണാൻ പോയിട്ട് വന്നവൻ തീർത്തും പുതിയ ഒരാളെ പോലെയാണ്. മുരുകൻ നോക്കിയിരിക്കെ വിശയുടെ പോക്കറ്റിൽ ഫോൺ ബെല്ലടിച്ചു. അവനൊന്ന് ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കുന്ന കണ്ടു. എടാ ഫോൺ, മുരുകൻ പറയുമ്പോൾ വിശയൊന്ന് തലകുടഞ്ഞു. എടുത്തു നോക്കിയപ്പോഴേക്കത് കട്ടായിരുന്നു. ആരടാ? എനിക്കറിയില്ല, ഒരു നമ്പരാ. അവനത് പറഞ്ഞു നിർത്തിയ നിമിഷം തന്നെ വീണ്ടും അത് ബെല്ലടിച്ചു. അതേ നമ്പർ തന്നെയാണ്. മുരുകനെ ഒന്നുകൂടി നോക്കിയിട്ട് വിശ അത് അറ്റൻഡ് ചെയ്തു. ഹലോ, ആ വിശ അല്ലേ? ഗൗരവം നിറഞ്ഞൊരു സ്വരം. അതെ, ആരാണ്? അവൻ്റെ മുഖം ചുളിഞ്ഞ്. ആളെ പറഞ്ഞാലും നിനക്ക് അറിയണമെന്നില്ല. അഹന്ത നിറഞ്ഞൊരു മറുപടി. നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവർ വിളിക്കുമായിരിക്കും. നല്ലപോലെ ഡീൽ ചെയ്തേക്കണം, ഇല്ലെങ്കിൽ 5 ലക്ഷം രൂപ ആ നിമിഷം തന്നെ തിരികെ കൊടുക്കേണ്ടി വരും. ആ നിമിഷം തന്നെ അവന് മനസ്സിലേക്ക് ഓടി വന്ന വക്കീലിന്റെ വാക്കുകളാണ്. വക്കീൽ പറഞ്ഞ് പാതിയിൽ പറഞ്ഞുകൊണ്ട് നിർത്തി. യെസ്. വിശയൊന്ന് ശ്വാസമെടുത്തു. തന്നെ ഒന്ന് കാണാൻ എപ്പോഴാ, എവിടെയാ വരേണ്ടത്? വിശൊക്കെ ആ സംസാരത്തിൽ അഹന്ത അത് പെട്ടെന്ന് മനസ്സിലായി. അവനത് ഒട്ടും ഇഷ്ടമായില്ല. ഒരുമാതിരി അടിമകളോട് പറയുന്ന പോലെ ഫീലാണ് അവന് തോന്നിയത്. ആരാടാ? അരികിൽ നിന്ന് തോണ്ടിയിട്ട് മുരുകനും ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്. പറയാമെന്ന് ആംഗ്യം കാണിച്ചിട്ട് വിശ അവിടുന്ന് എഴുന്നേറ്റ് മാറി. ഞാനൊരു ഹോസ്പിറ്റലാണ്, എടവരണമെന്ന് പറഞ്ഞാൽ മതി, ഞാനോട്ട് വരാം. സ്വരം പരമാവധി മയപ്പെടുത്തിക്കൊണ്ടാണ് അവൻ പറഞ്ഞത്. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ആ ഒരു സ്ഥലവും സമയം പറഞ്ഞു കൊടുത്തു. ഞാൻ വരാം. മല്ലിയെ പുറത്തേക്ക് ഇറക്കിയിട്ട് അവളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള ഉള്ളിലുണ്ടായിട്ടും വിശ അതെല്ലാം പറഞ്ഞിട്ട് വരാമെന്ന് ഏറ്റു. ഒരു ഓക്കെ പോലും പറയാതെ വിളിച്ചവൻ ഫോൺ കട്ട് ചെയ്ത് പോവുകയും ചെയ്തു. തുടക്കം തന്നെ ഒരു കൽകടി പോലെ തോന്നിയെങ്കിലും വിശ അത് മനസ്സിലൊതുക്കി. പ്രതികരിക്കാനുള്ള തന്റെ അവകാശം കൂടി തീരെഴുതി കൊടുത്ത പോലെ ഒരു തോന്നൽ ഉള്ളിൽ കുത്തി നോവിച്ചിട്ടും വിശ അത് കണ്ടില്ലെന്ന് അടിച്ചു. ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പോക്കറ്റിലിട്ടുകൊണ്ട് അവൻ ധൃതിയിൽ മുരുകന് നേരെ ചെന്നു. ഇവിടെ ഉണ്ടാവണം, വക്കീൽ പറഞ്ഞ ആളുകളെ വിളിച്ച്, അവർക്ക് എന്നെ കാണണമെന്ന്. ഞാനൊന്ന് പോയി വരാം. വിശ പറയുമ്പോൾ മുരുകൻ അവനെ ഞെട്ടിലോടെ നോക്കി. ഒന്നുമില്ലടാ, വിളിക്കുമെന്ന് വക്കീൽ പറഞ്ഞിരുന്നു. മുരുകന്റെ അന്ന് വീട്ടുള്ളിൽ നിൽപ്പണ്ടിട്ട് വിശ അവന്റെ തോളിലും തട്ടിയിട്ട് പറഞ്ഞു. എടാ, ഇപ്പൊ പോണോ? ഞാൻ കൂടി ഇപ്പൊ ഞാനൊന്ന് ഒറ്റയ്ക്ക് പോയി നോട്ടെ മുരുക. നാടകത്തിന് പോകുമ്പോ നമുക്കൊന്നിച്ചു പോവാം. ഉള്ളിൽ നല്ലപോലെ ടെൻഷൻ ഉണ്ടായിട്ടും വിശ കണ്ണി ചിമ്മിച്ചിരിച്ചുകൊണ്ട് അവനെ തോളിലും തട്ടി. പോയിട്ട് വരാം ഞാൻ, അവരോട് നീ പറഞ്ഞേക്ക്. ശെൽവണ്ണന്റെയും ശാന്തിയുടെയും നേരെ ഒന്ന് കണ്ണ് കാണിച്ചുകൊണ്ട് വിശ മുരുകനോട് യാത്ര പറഞ്ഞിറങ്ങി. പോകും വഴി തന്നെ അവൻ വക്കീലിന്റെ നമ്പറിൽ വിളിച്ചു. വിശ്വ പറയടാ. വക്കീല, അവര് ആരും വിളിച്ചിരുന്നു, എന്നോട് ചെല്ലാൻ പറഞ്ഞു. വക്കീൽ ഒരു നിമിഷം മിണ്ടിയില്ല. വിശ്വ, ഞാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ധൈര്യമായിട്ട് പോയിട്ട് വാ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് വക്കീലേ. അതൊന്നും വേണ്ടടാ, നീ പറഞ്ഞ പോലെ തന്നെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ, അങ്ങനെ തന്നെ കരുതിയാൽ മതി. നല്ലൊരു ജോലിക്കുള്ള ഇന്റർവ്യൂ, അതിന് നീ പോകുന്നു. ആ മനസ്സോടെ പോയിട്ട് വാ. വക്കീൽ പറഞ്ഞു കേട്ടതും വിഷയുടെ മനസ്സൊരു പാതി ധൈര്യത്തിലായി. പിന്നെ വൃത്തിയായിട്ട് പോകണം കേട്ടോടാ, അവർക്കതൊക്കെ ഇമ്പോർട്ടൻ്റാ. നീ ശ്രദ്ധിക്കണം കേട്ടോ, ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വേണം പോവാൻ. ആ ഒരു കാരണം കൊണ്ട് അവർക്കൊരു ബാഡ് ഇംപ്രസ് തോന്നരുത്. വക്കീൽ പറഞ്ഞു കേട്ടിട്ട് വിശ ഒന്ന് സ്വയം നോക്കി. വക്കീൽ പറഞ്ഞത് നന്നായി, അത്രയും അവിഞ്ഞൊരു കോലത്തിലാണ്. താടിയും തടവി നോക്കുമ്പോൾ അതും ശരിപ്പെടുത്താനുണ്ട്. കാശുണ്ടോടാ നിന്റെ കയ്യില്? വക്കീൽ ചോദിക്കുമ്പോൾ വിശ ഒന്ന് ദീർഘനിശ്വാസത്തോടെ മൂളി. എങ്കിലും അവർ പറഞ്ഞ സമയത്ത് തന്നെ ചെല്ലാൻ ശ്രമിക്കുക, ഞാൻ വിളിച്ചോളാം. വക്കീൽ പറയുമ്പോൾ ഒന്ന് മൂളിക്കൊണ്ട് വിശ ആ ഫോൺ കട്ട് ചെയ്തു. ഇതിനോടകം അവൻ ബൈക്കിന്റെ അടുത്തെത്തിയിരുന്നു. വക്കീൽ പറഞ്ഞ മനസ്സിലുള്ളതുകൊണ്ട് ഒന്ന് കുനിഞ്ഞിട്ട് ബൈക്കിന്റെ ഗ്ലാസ്സിൽ സ്വന്തം മുഖം നോക്കി. ഡ്രസ്സ് മാത്രമല്ല, താടിയും മുടിയും കൂടി ഉഷാറാക്കി കാശ് പോകുമെന്ന് അവന് ഉറപ്പുണ്ട്. ഇത് പുലിവാലാ. സ്വയം പറഞ്ഞുകൊണ്ട് അവൻ ബൈക്കിലേക്ക് കയറിയിരുന്നു. ടൗണിൽ തന്നെയുള്ള ഒരു സെലൂണിൽ കയറി താടിയിലും മുടിയിലും അല്പം മിനുക്കുപണികൾ നടത്തിയതോടെ അവന് തന്നെ ഒരു സ്വയം മതിപ്പ് തോന്നി. അതിനടുത്ത് തന്നെയുള്ള ഒരു അധികം വലുതല്ലാത്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി കയ്യിലുള്ള കാശിനൊതുങ്ങുന്ന വിധത്തിലൊരു ജീൻസും ഷർട്ടും തിരഞ്ഞെടുത്തു. ട്രയൽ റൂമിൽ കയറി അതിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി ആത്മവിശ്വാസം തോന്നി. വക്കീൽ പറഞ്ഞ ലുക്കും ഡ്രസ്സും പെർഫെക്റ്റ്. ഇനിയുള്ളത് തന്റെ പെരുമാറ്റമാണ്. ഫോൺ വിളിച്ചൊരു പരിചയം വെച്ചിട്ട് വിളിച്ചവരുടെ ഒരു ഏകദേശ സ്വഭാവം പിടികിട്ടിക്കഴിഞ്ഞിരുന്നു. അവരിനി എങ്ങനെയായിരുന്നാലും താൻ 5 ലക്ഷം രൂപയുടെ കനമുള്ളത്ര അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് അവനപ്പോൾ തന്നെ തോന്നിയ കാര്യമാണ്.
പിന്നെ ഒരു മനുഷ്യനെ ചതിക്കാനുള്ള പോക്കല്ലേ, അതും സ്നേഹിച്ച് ചതിക്കാൻ. ഇതിലൊക്കെ ഇത്രയും മാന്യതയും സമാധാനവും പ്രതീക്ഷാ മതിയെന്ന് അവനെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവർ പറഞ്ഞു കൊടുത്ത സ്ഥലത്തേക്ക് പറഞ്ഞ സമയത്ത് തന്നെ വിശ്വയെത്തി. അവൻ ചെല്ലുമ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന ഒരു കെട്ടിടത്തിന്റെ അടുത്താണ്. എന്തൊക്കെയോ കേസിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് പാതിയിൽ പണി നിലച്ചിട്ട് ഒരു പ്രേതാലയം പോലെ കാട് പിടിച്ചെടുക്കുന്ന ഒരു ഏരിയ. പകൽ സമയത്ത് പോലും ഒരു ദുരൂഹത ഒളിപ്പിച്ചു പിടിക്കുന്ന പോലെയാണ്. എന്തൊക്കെയോ നെഗറ്റീവ് വൈബ് തോന്നുന്ന ഇടം. അവിടെ എത്തിയത് മുതൽ അങ്ങോട്ട് എത്തും വരെയും ഇവരെന്തിനാണ് ഇതുപോലെ സ്ഥലം കൂടിക്കാഴ്ചക്ക് തെരഞ്ഞെടുത്തെന്ന് അവിടെ എത്തിയപ്പോഴും വിശ്വക്ക് മനസ്സിലായില്ല. ബൈക്കിൽ നിന്ന് ഇറങ്ങാതെ അവനൊന്ന് ചുറ്റും നോക്കി. എത്താൻ പറഞ്ഞ സമയമൊക്കെ കറക്റ്റ് തന്നെയാണ്. അതിനിടയിൽ വക്കീൽ വിളിച്ചിട്ട് അവരെത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് വിശ്വ പറയുമ്പോൾ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ ഫോൺ കട്ട് ചെയ്തു. നിമിഷങ്ങൾക്കകം കൊണ്ട് തന്നെ അയാൾ തിരിച്ചു വിളിച്ചു. അവരെത്താനായെന്ന് വക്കീൽ പറഞ്ഞ അതേ നിമിഷം തന്നെ അവനരികിലേക്ക് ഒരു കാർ സ്പീഡിൽ വന്ന് നിന്നു. എത്തിയെന്ന് പറഞ്ഞിട്ട് വിശ്വ വക്കീലിന്റെ കോൾ കട്ട് ചെയ്തു. ഫോൺ പോക്കിൽ തിരികെയിട്ടുകൊണ്ട് അവൻ ബൈക്കിൽ നിന്നിറങ്ങി. ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ട്. കൊലവിളിയുമായി എതിരെ ശത്രുക്കൾ വരിക്ക് നിരന്നിരുന്നാൽ പോലും അല്പം പോലും പതറാതെ അവരെ നേരിടാൻ മനക്കരുത്തുള്ളവനാണ്. അന്ന് പക്ഷേ വല്ലാത്തൊരു വിറയലോടെയാണ് നിൽക്കുന്നത്. വക്കീൽ പറഞ്ഞതും സ്വയം കണ്ടുപിടിച്ചു വെച്ച ന്യായങ്ങളെല്ലാതും നിരത്തി വെച്ചിട്ട് ആശ്വസിപ്പിച്ചിട്ടും അല്പം പോലും പിടിതരാതെ വാശി കാണിക്കുന്ന ഹൃദയം അവനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിശ്വ നോക്കി നിൽക്കെ തന്നെ കാറിന്റെ ഡോർ തുറന്നുകൊണ്ട് രണ്ടുപേര് പുറത്തേക്ക് ഇറങ്ങി. സംസാരം പോലെ തന്നെ കാഴ്ചയിലും അങ്ങേയറ്റം ധാർഷ്ട്യം നിറഞ്ഞ രണ്ടുപേര്. കോട്ടും സൂട്ടുമൊക്കെയായി ഫുൾ ടോപ്പിലാണ്. പോരും മുന്നേ വക്കീലിനെ വിളിക്കാൻ തോന്നിയത് എത്ര നന്നായെന്ന് വിശ്വക്ക് ആ നിമിഷം തോന്നി. ഇല്ലായിരുന്നെങ്കിൽ ആശുപത്രിയിൽ വന്ന അതേ കോളത്തിൽ താൻ ഈ പരിഷ്കാരികൾക്ക് മുന്നിൽ വന്നിരുന്നാൽ കണ്ണും പൂട്ടി കണ്ട നിമിഷം തന്നെ അവർ തന്നെ റിജക്ട് ചെയ്ത് കളയുമെന്ന് വിശ്വക്ക് ഉറപ്പുണ്ടായിരുന്നു. അതേസമയം മുന്നിൽ നിൽക്കുന്നവനെ കണ്ണുകൾ കൊണ്ടൊന്ന് സ്കാൻ ചെയ്ത് വിശകലനം ചെയ്ത് കഴിഞ്ഞിരുന്നു വന്നവരും. പരസ്പരം നോക്കിയിട്ട് അവർ വിശ്വയുടെ അരികിൽ വന്ന് നിന്നു. വിശ്വല്ലേ? ഗൗരവം നിറഞ്ഞൊരു ചോദ്യവും നോട്ടവും. വിശ്വാദയെന്ന് തലയാട്ടി. നേരിട്ട് കാണുമ്പോൾ തനിക്ക് സംസാരശേഷിയൊന്നുമില്ലേ? പരിഹാസ ശരിയുണ്ട് വന്നവർക്ക്. പരസ്പരം ഒന്ന് പരിചയപ്പെടുത്തിയത്. വിശ്വക്ക് ദേഷ്യം വിറച്ചു കയറിയിട്ടും അവൻ ചിരിയോടെയാണ് അവരെ നോക്കിയത്. നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. അങ്ങേയറ്റം ശാന്തമായി ചെറിയൊരു ചിരിയോടെ വിശ്വ അവർക്ക് മുമ്പിൽ കൈകെട്ടി നിന്നു. കാശിന് നല്ല അത്യാവശ്യമുണ്ടല്ലേ? പിന്നെയുള്ള ചോദ്യം അവന്റെ നേരെയുള്ള അമ്പ് പോലെയാണ് നീണ്ടത്. തീർച്ചയായിട്ടും ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ജോലിക്കാരെങ്കിലും തയ്യാറാവുമോ? അപ്പോഴും വിശ്വയുടെ ശാന്തതയും ചിരിയും മാഞ്ഞില്ല. അപ്പോഴീ ജോലി മോശമാണെന്നാണോ മിസ്റ്റർ വിശ്വ പറയുന്നത്? വന്നവനിൽ ഒരുത്തന്റെ നോട്ടം രൂക്ഷമായി. എന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ജോലി വേണം. പെട്ടെന്ന് കുറച്ച് കാശിന്റെ അത്യാവശ്യം വന്നു. അത് കിട്ടാൻ എന്ത് ജോലിക്ക് പോകാനും ഞാൻ റെഡിയായിരുന്നു. ഒരു ജോലി ചെയ്യുന്നു, അതിനുള്ള കാശ് വാങ്ങുന്നതിനപ്പുറം വേറൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഒട്ടും പതറാതെ നിന്നുള്ള അവന്റെ ഉത്തരം. ഓ, അങ്ങനെയെങ്കിൽ ഞങ്ങൾ വിഷയം അങ്ങ് റിജക്ട് ചെയ്താലോ? പുച്ഛം നിറഞ്ഞൊരു ചിരിയുണ്ടാവന്മാർക്ക്. ആ കാര്യത്തിൽ രണ്ടും സയാമീസ് ഇരട്ടകളെ പോലെയാണ്. പുച്ഛവും പരിഹാസവും ഒപ്പത്തിനൊപ്പം. ഞാൻ വന്ന പോലെ തന്നെ തിരിച്ചു പോകും. വിശ്വക്ക് പക്ഷേ കൂസലൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ എന്ന കാശിന്റെ കാര്യോ? ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചൊന്നല്ലോ. എന്നെ വിശ്വാസമായതുകൊണ്ടും നിങ്ങൾ ഉദ്ദേശിച്ച ജോലിക്ക് ഞാൻ യോജിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടും നിങ്ങൾ എനിക്ക് തന്നതാണ്. വിശ്വ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഓവറായി മിടുക്കനാവുന്നുണ്ടോ? രണ്ടുപേരും വിശ്വയെ കൂർപ്പിച്ച് നോക്കി. ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ആ, താനിനി ആ കാശ് തിരികെ തരില്ലെന്നാണോ? ഒരിക്കലുമല്ല, കുറച്ച് സാവകാശം തരണം, ഞാനത് തിരികെ തരും. അവൻ്റെ മുഖത്തും ഗൗരവം നിറഞ്ഞു. സത്യത്തിൽ തനിക്ക് എന്താണോ ജോലി? വീണ്ടും പരിഹാസത്തിന്റെ കുത്തൊളിപ്പിച്ച ചോദ്യം. ഇതുവരെയും ഞാൻ എന്തായിരുന്നു എന്ന് നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജോലിക്ക് ഞാൻ ഓക്കെ ആണെന്ന് മാത്രം നോക്കിയാൽ പോരെ? രണ്ടിനെയും മുഖത്ത് കാണുന്ന പരിഹാസവും പുച്ഛവും അത് കാണുമ്പോൾ വിശ്വയുടെ ക്ഷമയും നഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ കാശ് എണ്ണി വാങ്ങിച്ചിട്ട് ഞങ്ങളോട് തന്നെ കാണിക്കുന്ന തന്നെയൊക്കെ എങ്ങനെയാണോ ഞങ്ങൾ വിശ്വസിക്കുക? വിശ്വയുടെ പെരുമാറ്റം തീരെ ഇഷ്ടപ്പെടാത്തൊരു മുഖഭാവമുണ്ടോ അവർക്ക്? ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ, അല്ലാതെ ഹുങ്ക് പറഞ്ഞില്ല. വിശ്വ അവർക്ക് മുമ്പിൽ തല ഉയർത്തി പിടിച്ച് തന്നെ നിന്നു. താ നിക്ക്, ബോസ് വിളിക്കുന്നു. കൂട്ടത്തിലെടുത്ത് ഫോണുമായി തിരികെ നടക്കുമ്പോൾ വിശ്വയെ കടുപ്പത്തിൽ നോക്കിയിട്ട് അവന്റെ വാലുപോലെ മറ്റവനും തിരിഞ്ഞു നടന്നു. രണ്ടാളും പോയി കാറിൽ കയറിയിരുന്നു. വിശ്വ ബൈക്കിലേക്ക് ചാരി. അവിടെ വന്നപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ 4 ഇരട്ടി സംഘർഷമുണ്ടായിരുന്നു അപ്പോഴവന്റെ ഉള്ളു മുഴുവൻ. അവർക്ക് താൻ ഓക്കെ ആവണേ എന്നതിനൊപ്പം അവർ തന്നെ ഉപേക്ഷിച്ചു പോകണേ എന്നും അവനെ പോലെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും. ഒടുവിൽ 10 മിനിറ്റോളം അവനെ ആ നിൽപ്പ് നിർത്തിയ ശേഷമാണ് കാറിലേക്ക് കയറി 2 ഡോർ തുറന്നുകൊണ്ട് ഇറങ്ങി വന്നത്. തനിക്കരികിലേക്ക് നടന്നു വരുന്നവരെ നോക്കി ചങ്കിടിപ്പോടെ വിശ്വ അതേ നിൽപ്പ് തുടർന്നു. ടീന പറഞ്ഞതിനേക്കാൾ പ്രൗഢിയും വൈബും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു കോളേജ്. MS കോളേജിനെ ഒറ്റ നോട്ടത്തിൽ മിത്ര അങ്ങനെയാണ് മനസ്സിലേക്ക് എടുത്തത്. അതുവരെയും ഇല്ലാത്ത വല്ലാത്തൊരു ആഹ്ലാദമാണ് ആൾക്കുള്ളിൽ അപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. പ്രതീക്ഷിച്ചതിനേക്കാൾ 10 മടങ്ങ് തലയെടുപ്പുമായി കോളേജ് മിത്രയെ വരവേറ്റു. ടീനയുടെ കൂടെ തന്നെയാണ് മിത്ര അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയത്.
ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്യണമെന്നുണ്ടായിട്ടും കൂടെ വരാമെന്ന് പറഞ്ഞ് ടീന അവൾക്കൊപ്പം പോയി. കുറച്ചു കാലം വിദേശത്തായിരുന്നുകൊണ്ട് തന്നെ നാട്ടിലെ നിയമങ്ങളും ചട്ടങ്ങളൊന്നും അവൾക്കറിയില്ല. അതുമാത്രമല്ല, അനാവശ്യമായി എന്ത് കണ്ടാലും അതിൽ കയറി പ്രതികരിക്കുന്ന ശീലം കൂടി അവൾക്കുണ്ട്. നോട്ടം കൊണ്ടുപോലും ശല്യം ചെയ്യുന്നവരെ എടുത്ത് കുടയാൻ ശ്രമിക്കുന്ന മിത്രയെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ലെന്ന് ടീനക്ക് അറിയാം. ആ ഒരൊറ്റ കാരണം കൊണ്ടുകൂടിയാണ് MS കോളേജിൽ ടീന മിത്രക്കൊപ്പം അവിടെ കോഴ്സിന് തന്നെ അപ്ലൈ ചെയ്ത്. എങ്ങനെയുണ്ട്, ഇഷ്ടായോ? സ്കൂട്ടി ഒതുക്കി ചുറ്റും നോയിക്കൊണ്ടുവരുന്ന അവളുടെ കൈ പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ടീന ചോദിച്ചു. ഇവിടെ പൊളിയല്ലേ, 6 മാസം അടിപൊളിയാക്കാൻ വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട്. മിത്ര ആവേശത്തിൽ തന്നെ പറയുന്ന കേട്ടിട്ട് ടീന ചിരിയോടെ തലയാട്ടി. അത്രയ്ക്കങ്ങ് ആവേശമൊന്നും വേണ്ട മോളെ. കാര്യം നമ്മൾ ജസ്റ്റ് എൻജോയ്മെന്റ് എന്ന രീതിയിൽ തന്നെയായി കോഴ്സ് എടുത്ത് ഇങ്ങോട്ട് വന്നെങ്കിലും ഇവിടെ അല്പം സ്ട്രിക്റ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ടീന പറഞ്ഞിട്ടും മിത്രക്ക് വലിയ മാറ്റമൊന്നുമില്ല. ആൾക്ക് അവിടം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഓഫീസ് മുറിയിലേക്ക് ചെന്നിട്ട് കാര്യം പറഞ്ഞപ്പോൾ അവിടെയുള്ള സമീപനവും ഹൃദ്യം എല്ലാം കൊണ്ടും എത്രയും പെട്ടെന്ന് ക്ലാസ് തുടങ്ങി അവിടെ വിദ്യാർത്ഥിനിയാവാനാണ് അവൾക്കുള്ളം തുടിച്ചത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനിടയില്ലാത്ത അനുഭവങ്ങളാണ് തനിക്കായി അവിടെ കാത്തിരിക്കുന്നതെന്നറിയാതെ മിത്ര അവിടെ നിന്ന് സ്വപ്നങ്ങൾ കണ്ടു. ബോസ് വിളിക്കുന്നു. നെറ്റി വിളിച്ചുകൊണ്ട് നിൽക്കുന്ന വിശ്വക്ക് നേരെ ഒരുത്തൻ ഫോണ് നീട്ടി. വായിക്കൂ. അവനൊരു നിമിഷം അവരെ നോക്കിയെന്നും ആജ്ഞാശക്തിയുടെ ഒരു പറച്ച് വിശ്വ ഫോൺ വാങ്ങിച്ചുകൊണ്ട് കാതോട് ചേർത്തു. വിശ്വ വിളിച്ചയാൾക്കും ഗൗരവത്തിനൊരു കുറവുമില്ല. ആ സ്വരം കേട്ടപ്പോൾ വിശ്വക്ക് അങ്ങനെയാണ് തോന്നിയത്. തന്റെ ഭാവങ്ങളറിയാൻ തുറിച്ചു നോക്കി നിൽക്കുന്നവർക്ക് നേരെയും നോക്കി വിശ്വ ഞൊടിയുടെ കൊണ്ട് തിരിഞ്ഞിന്ന് ബൈക്കിൽ ചാരി. വിഷയാണോ? അവന് വീണ്ടും ഹൃദയമിടിപ്പ് ഉയർന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ താൻ ഇവർ പറഞ്ഞ പണിക്ക് യോജിക്കുന്നവനാണോ എന്നുള്ള തീരുമാനം അറിയാമെന്നൊരു ചിന്ത അതവനിൽ സമ്മിശ്ര വികാരങ്ങളാണ് നൽകിയത്. ഞങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് കൂടിയുണ്ട്. വിശ്വക്ക് ഓക്കെയാണോ? മറുവശം വീണ്ടും ആ ഗൗരവം നിറഞ്ഞു നിൽക്കുന്ന ചോദ്യം. അല്ല, അതിപ്പോ കണ്ടീഷൻസ് എന്തൊക്കെയെന്നറിയാതെ ഞാനിങ്ങനെ വിശ്വ ഉള്ളിലുള്ള അതുപോലെ പറഞ്ഞു. 5 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ട് എന്നും കരുതി ലോകത്തിലെ മുഴുവൻ നെറിയട്ട കാര്യങ്ങൾ ചെയ്യാമെന്നൊരു വാക്ക് കൊടുക്കാൻ അവനെ കൊണ്ട് വയ്യ. ഞങ്ങളുടെ 5 ലക്ഷം രൂപ വിശ്വയുടെ കയ്യിലാണ്. വിശ്വ മനസ്സിൽ കരുതിയ പോലെ തന്നെ ആ ചോദ്യം അവന് നേരെ നീണ്ടു. വന്നവർക്കുള്ള പരിഹാസവും പുച്ഛവും വീണ്ടും വിശ്വക്ക് ആ വാക്കിലും അറിയാനായി. ആരുടെ ബോസ് എന്നല്ലേ പറഞ്ഞ്, അപ്പൊ പിന്നെ അതല്പം കൂടിയാലേ ഉള്ളൂ. കൂടുതൽ സംസാരിച്ച് മുഷിയുന്നതിനേക്കാൾ നല്ലല്ലേ ബോസ് നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷൻസ് എന്നോട് പറയുന്നത്. വക്കീൽ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ 5 ലക്ഷം രൂപ വാങ്ങിച്ച്. കണ്ടീഷൻസ് അതിൽ കൂടുതലാവുമെന്നും വക്കീൽ പിന്നെ പറഞ്ഞുമില്ല. വിശ്വ ശാന്തമായി അവന് പറയാനുള്ളത് പറഞ്ഞു. ഞങ്ങളുടെ കാര്യം വക്കീൽ പറയുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ തന്നെ പറയുന്നല്ലേ വിശ്വ? അതിനെ ഞാനും പറയുന്നത്. നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ പറയണം, അതുപോലെ തന്നെ എൻ്റെ കാര്യം ഞാനും പറയണം. 5 ലക്ഷം രൂപ വാങ്ങിച്ചു എന്നൊരു കാരണം കൊണ്ട് നിങ്ങൾ പറയുന്ന എല്ലാത്തിനും എനിക്ക് ഓക്കെ ആണെന്നൊരു അർത്ഥമൊന്നുമില്ല. അത് നിങ്ങളും മനസ്സിലാക്കണം. ഈ പ്രാവശ്യം അവരെക്കാൾ ഗൗരവം വിശ്വക്ക് തന്നെയാണ്. ഓക്കെ വിശ്വ, താൻ പറഞ്ഞ ഞങ്ങൾ മനസ്സിലാക്കുന്നു. വക്കീൽ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും വിശ്വ ഓക്കെ ആണല്ലോ അല്ലേ? അതേന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ വിശ്വക്ക് വീണ്ടും ഹൃദയം വേദനിച്ചു. എങ്കിലിനി ബാക്കിയുള്ള കാര്യം എൻ്റെ 2 സ്റ്റാഫ് വന്നിട്ടില്ലേ, അവർ പറഞ്ഞുതരും. വിശ്വ ഓക്കെ ആണെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഫോൺ അവർക്ക് കൊടുക്ക്. വീണ്ടും ആജ്ഞ. വിശ്വക്ക് അതാണ് ഒട്ടും പിടിക്കാത്തതും. പക്ഷെ ഒന്നും മിണ്ടാതെ അവൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ കൈകെട്ടി തനിക്ക് നേരെ നോക്കി നിൽക്കുന്നുണ്ട് അവന്മാർ. തനിക്ക് ഫോൺ തന്നവന് നേരെ തന്നെ അവനത് നീട്ടി. വീണ്ടും 10 മിനിറ്റ് നേരത്തെ അവരുടെ സ്വകാര്യം വിശ്വ അക്ഷമയോടെ കാത്തിരുന്നു. മല്ലിയുടെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, മുരുകനെയൊന്നും വിളിച്ചിട്ടില്ല. ഇങ്ങോട്ട് വിളിക്കരുതെന്ന് താൻ പറഞ്ഞുകൊണ്ടാവും അവൻ ഇതുവരെയും തിരിച്ചു വിളിച്ചില്ല. വിശ്വ കാറിനടുത്ത് നിന്നും അവന്മാര് വിളിക്കുമ്പോൾ ചിന്തകൾ അവിടെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൻ അവർക്ക് നേരെ നടന്നു ചെന്നു. മുരുക, അവൻ എവിടെ പോയതാ? കുസുമത്തിന്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടതും മുരുകനും ഞെട്ടി. എന്താ? അവൻ ആ ചോദ്യം കേൾക്കാത്ത പോലെ ഒന്നുകൂടെ ചോദിച്ചു. വിശ്വ എവിടെ പോയതാന്ന് കുസുമ അവനിൽ നിന്ന് ഓട്ടം മാറ്റാൻ തന്നെ ചോദിച്ചു. അത് പിന്നെ മുരുകന് കള്ളം പറയണോ സത്യം പറയണോ എന്നറിയാത്തൊരു പരിങ്ങലുണ്ട്. അവരോട് വിശ്വ ഈ കാര്യം എങ്ങനെയാണ് പറഞ്ഞതെന്ന് അവൻ അറിയില്ല. ഇനി താൻ വേറെന്തെങ്കിലും പറഞ്ഞിട്ട് അതിന്റെ പഴി കൂടി. മുരുകൻ നിന്ന് വിയർത്തു. നിനക്കറിയില്ലേ? രൂക്ഷമായ നോട്ടവും ചോദ്യവും. മുരുകന് ആ മുന്നിൽ നിന്ന് ഓടി ഒളിക്കാനാണ് തോന്നിയത്. ഇല്ലെന്ന് പറയാനും പറ്റില്ല. കാരണം ഇങ്ങോട്ട് വന്നവൻ താൻ അറിയാതെ ഇങ്ങോട്ടും പോവില്ലെന്ന് കുസുമത്തിനറിയാം. ഇന്ന് വെളുപ്പിന് ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ടാ മുരുക അവൻ വീട്ടിൽ നിന്നും പോകുന്നത്. ഞാൻ വന്നിട്ട് ഇപ്പൊ തന്നെ ഒരു 2 മണിക്കൂറായി കാണും. ഞാൻ വന്നപ്പോൾ മുതൽ അവനിവിടെ ഇല്ല. എവിടെ പോയ നിന്നോടല്ലാതെ വേറെ ആരോട് ചോദിക്കും ഞാൻ? നിനക്കറിയാം, നീ പറയാത്താണെന്ന് എനിക്കും അറിയാം. കുസുമൻ കുറച്ചുകൂടി മുരുകൻ്റെ അരിയിലേക്ക് നീങ്ങി നിന്നിട്ട് പറയുമ്പോൾ അവന്റെ മുഖം താഴ്ന്നു. സാമൂല വക്കീൽ അവനൊരു ജോലി ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ നിനക്ക്? മുരുകന് വീണ്ടും പ്രതിസന്ധിയിലായിക്കൊണ്ട് കുസുമ അടുത്ത ചോദ്യം എടുത്തിട്ടു. ജോലി ഉണ്ടെന്ന് വക്കീൽ പറഞ്ഞ് എനിക്കറിയാം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല ടീച്ചറെ. അത് പറയുമ്പോൾ മുരുകന്റെ ഉള്ള കുറ്റബോധം കൊണ്ട് നീറുന്നുണ്ട്. തനിക്ക് വേണ്ടിയാണ്, തന്റെ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ വേണ്ടി മാത്രമാണവൻ.
അവൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് അവന്റെ അമ്മ അറിയുന്ന നിമിഷങ്ങൾ മുരുകനത് അപ്പോഴേ ഓർക്കാൻ വയ്യായിരുന്നു. 5 ലക്ഷം ഇവിടെ തരാൻ അവൻ വക്കീലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെന്ന എന്നോട് പറഞ്ഞു. കൂടുതലൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കുസുമത്തിന്റെ വലിഞ്ഞു മുറുകിയ മുഖത്തേക്ക് നോക്കാൻ മുരുകന് ഭയമായിരുന്നു. വേണ്ടാത്ത വയ്യാവേലിക്കൊന്നും പോവരുത്, രണ്ടാളോടും കൂടിയാ. കാശ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയാ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടിയാലും പിന്നെ പഴയ പോലെ ഉപകരിക്കാത്ത ചിലതുണ്ട്. കുസുമം പറയുന്ന ഓരോ വാക്കും മുരുകന് ജീവനോടെ ഇരിക്കാൻ പോകുന്നതാണ്. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒട്ടും മനസ്സിലായിട്ടും നിങ്ങളുടെ മകനൊരു അനീതി ചെയ്യാൻ പോവുകയാണെന്ന് അവനെങ്ങനെ പറയാനാണ്? മുരുകൻ കുറ്റവാളിയെപ്പോലെ മുഖം കുനിച്ച് നിന്നു. അകത്തു നിന്നും ശാന്തി വിളിച്ചതോടെ കുസുമ അങ്ങോട്ട് പോയി. അതോടെ എരുതിയിലെന്ന പോലെ മുരുകന്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വന്നു. മലിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞുവെന്നും അത് പൂർണ്ണമായും വിജയിച്ചുവെന്നും ഡോക്ടർ പറയുന്ന കേൾക്കാൻ മുരുകനുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ആ വാർത്ത നൽകിയ സന്തോഷത്തേക്കാൾ അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ കാരണമായവനെ കുറിച്ചാണ് അവൻ ഓർത്ത് വേദനിച്ചത്. നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏതൊരാൾക്കും സന്തോഷം നൽകുന്ന വാക്കുകൾ. പക്ഷെ അത് കേട്ടതും വിശയുടെ ഇടനെഞ്ചിൽ നിന്നൊരാളിൽ ഉയർന്നതാണ്. ആർക്ക് തന്നെ വിശ്വാസമായെന്ന്. അതിനർത്ഥം ഇനി അവർ ചെയ്യുന്ന ജോലി താൻ ചെയ്യണമെന്ന് തന്നെയല്ലേ? തന്നെ നമ്പർ ഇത് തന്നെയല്ലേ? മാറ്റൊന്നുമില്ലല്ലോ. ആ രണ്ടുപേരും ഒരുപോലെ വിഷയം നോക്കി. ഇല്ല, ഇത് തന്നെയാ. ഞാനാകിൽ ഇത് അലോഷി. വന്നവരപ്പോഴാണ് അവരവന് പരിചയപ്പെടുത്തിയത്. വിഷയൊന്നും പറയാതെ ഒന്ന് മോള് മാത്രം ചെയ്തു. ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വഴിയറിയിക്കാം. അതിനു മുന്നേ വിഷയോട് വളരെ അത്യാവശ്യമായിട്ട് പറയേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അഖിലാണ് വിഷയുടെ അരികിലേക്ക് നിന്നിട്ട് അത് പറഞ്ഞത്. അപ്പോഴും വിഷ മോളുക മാത്രം ചെയ്തു. തനിക്കിത് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടോ? അലോഷിയും വിഷയുടെ അരികിലേക്ക് നീങ്ങി. വന്ന പോലെയല്ല രണ്ടാളുടെയും പെരുമാറ്റവും ഭാവവും. വലിയൊരു മാറ്റമൊന്നുമില്ലെങ്കിലും ഒരയവ് വന്നിട്ടെന്ന് വിശയ്ക്ക് തോന്നി. CS ഗ്രൂപ്പും DR ഗ്രൂപ്പും ഒരുപോലെ വളർന്നു നിൽക്കുന്ന 2 ബ്രാഞ്ച്. ഇതിൽ CS ഗ്രൂപ്പിന്റെ ആളാണ് ഇപ്പോൾ വിശ്വ. അതായത് ഞങ്ങളുടെ എഗ്രിമെന്റ് എല്ലാം അനുസരിച്ച് തരുന്ന കാശിന് പറയുന്ന ജോലി ചെയ്യുന്ന ആള്. അഖിൽ വിശ്വയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. വിശ്വയും വളരെ ശ്രദ്ധിച്ചാണ് നിൽക്കുന്നത്. DR ഗ്രൂപ്പിന്റെ ഓണർ ഡെന്നീസ് മാത്യുവുമായിട്ടുള്ള ഒരു ഇഷ്യൂ. അതിൽ ജയിക്കേണ്ടത് CS ഗ്രൂപ്പിന്റെ, അതായത് ഇപ്പൊ വിശ്വയുടെ ആവശ്യമാണ്. അതവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ബിസിനസ് നിഗൂഢതന്ത്രങ്ങളുടെ പോർക്കളം കൂടിയാണ്. അവിടെ മാർഗങ്ങളല്ല, ലക്ഷ്യങ്ങൾക്കാണ് പ്രധാനം. വിശ്വക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അഖിൽ വീണ്ടും അവന് നേരെ നോക്കി. ഉണ്ട്. കൈകൾ പിന്നിൽ കെട്ടി വിശ്വ അവർക്ക് നേരെ നോക്കി. മിത്ര ഡെന്നീസ് മാത്യു, DR ഗ്രൂപ്പിന്റെ പിൻഗാമി. ഡെന്നീസ് മാത്യുവിന്റെ മകൾ. അവളാണ് ഈ ഗെയിമിൽ നമ്മുടെ ലക്ഷ്യം. അലോഷി പറയുമ്പോൾ എത്ര ഉറപ്പോടെ നിന്നിട്ടും വിഷയുടെ ഉള്ളൊന്നുലഞ്ഞു. ഇതുവരെയും പഠിച്ചതും വളർന്നും പുറത്തായിരുന്നു. കുറച്ച് ദിവസങ്ങളായി മിത്ര നാട്ടിലുണ്ട്. MS കോളേജിൽ 6 മാസത്തെ കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാ നമ്മൾ ഗെയിം പ്ലാൻ ചെയ്യുന്നത്. ആ 6 മാസ സമയം വിഷയുടെ മുന്നിലുണ്ട്. അല്ലെങ്കിൽ 6 മാസ സമയം മാത്രമേ നിനക്ക് മുന്നിലുള്ളൂ. നിനക്ക് അവളെ വലയിലാക്കാൻ ഏത് മാർഗവും പ്രയോഗിക്കാം. അതിനു വേണ്ടുന്ന ഹെൽപ്പ്, അതിനി കാശായിട്ടാണെങ്കിലും ആളായിട്ടാണെങ്കിലും അതെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തു തരും. ഒരൊറ്റ കാര്യം മാത്രം വിശ്വ ശ്രദ്ധിക്കുക. അഖിൽ പറഞ്ഞിരുത്തുമ്പോൾ വിശ്വയുടെ മുഖം വലിഞ്ഞു മുറുകി. ഒരു പെണ്ണിന്റെ സ്വപ്നങ്ങളെയാണ് ഇവർ ഇത്രയും സിമ്പിളായിട്ട് ഗെയിം പോലെ പറഞ്ഞു തീർക്കുന്നത്. അവന് കടുത്ത അമർഷം തോന്നി. അതുപോലെ തന്നെ നിസ്സഹായതയും. ആ 5 ലക്ഷത്തിന്റെ ബാധ്യത തലക്ക് മുകളിൽ തൂങ്ങി നിൽപ്പില്ലായിരുന്നുവെങ്കിൽ ഇനി ഇതുപോലൊരു പെണ്ണിന്റെ സ്വപ്നങ്ങൾക്ക് തടയിടാൻ നീയൊന്നും ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഇതെന്റെ മുമ്പിൽ വന്നിന്ന് പറയുന്ന ആ നിമിഷം തന്നെ ഈ വിശ്വ തന്നെ നിന്റെയൊക്കെ അഹങ്കാരം തീർക്കുമായിരുന്നു. പല്ലി അടിച്ചു പിടിച്ചുകൊണ്ട് ഉള്ളാരാമർഷത്തോടെ ഓർക്കുമ്പോൾ വിശ്വക്ക് താൻ ചെയ്യുന്നതിന്റെ നീതിയുടെ ഓർമ്മ വന്നു. ഇവരെ പോലെ അല്ലെങ്കിൽ ഇവരെക്കാൾ ഇപ്പോൾ ആ നെറികെട്ട ഗെയിം അത് താനാണ് ചെയ്യുന്നത്. താനാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആ ചിന്തയൊരു നീരാളിയെ പോലെ അവനെ ഒന്നാകെ ചുറ്റി വരിഞ്ഞു. ആ 6 മാസം കൊണ്ട് വിശ്വ പറയുന്നത് എന്തു അനുസരിക്കുന്ന മിത്ര ഡെന്നീസ് മാത്യു. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് വിശ്വ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടതും. അലോഷി പറഞ്ഞിരുത്തുമ്പോൾ വിശ്വ ഒന്ന് ശ്വാസമെടുത്തു. ഇതിന് സമ്മതമില്ലെങ്കിൽ തുറന്നു പറയണമെന്നിന്റെ ലാസ്റ്റ് ചാൻസ് ആയിപ്പോഴുള്ളൂ. ഇപ്പൊ എല്ലാം ഏറ്റിട്ട് ഇനി ഇതിന്റെ പേരിലൊരു ഇഷ്യൂ അല്ലെങ്കിൽ പെട്ടെന്നുള്ള പിന്മാറ്റം, നീ ചിന്തിക്കുന്നതിന് ഒരുപാട് മുകളിലായിരിക്കും വിശ്വ അതിന്റെ പ്രത്യാഘാതം. അത് മറക്കരുത്. അഖിലിന്റെ സ്വരത്തിൽ ഒരു ഭീഷണിയുടെ രുചി. വിശ്വ ഒന്ന് കണ്ണടച്ച് പിടിച്ചു. അവനെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അഖിലും അലോഷിയും. എനിക്ക് സമ്മതം. 1-2 നിമിഷങ്ങൾക്ക് ശേഷം വിശ്വ അത് പറയുമ്പോൾ അഖിലും അലോഷിയും ഒന്ന് പരസ്പരം നോക്കി. യാ ഗുഡ്. രണ്ടുപേരും ഒരുപോലെ കൈയടിച്ച്. വിഷയൊന്നും മിണ്ടാതെ അവരുടെ നേരെ നോക്കി. കുറച്ച് കാശ് നിന്റെ അക്കൗണ്ടിൽ ഇടുന്നുണ്ട്. അത്യാവശ്യം മോഡേൺ ഡ്രസ്സ്, പിന്നെ ഒരു ബൈക്ക്, വാച്ച്, ഫോണ്, ഇങ്ങനെ വേണ്ടുന്നതെല്ലാം വാങ്ങിക്കണം. മിത്രക്കൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടുന്നതെല്ലാം നിന്റെ കൈവശം ഉണ്ടായിരിക്കണം. വെറുതെ പോയി നിന്നാലൊന്നും മിത്ര തിരിഞ്ഞുപോലും നോക്കില്ല. താൻ ഇതുവരെയും കണ്ട പെൺകുട്ടികളുടെ കൂട്ടത്തിൽ അവളെ കൂട്ടുകയും വേണ്ട.
അവളുടെ അച്ഛൻ ഡെന്നീസ് മാത്യുവിനേക്കാൾ ഭയങ്കരയാണ് മകള്. അവരുടെ സംസാരമെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്നതൊഴിച്ചാൽ വിശ്വൊന്നും മിണ്ടുന്നില്ല. ഇതൊക്കെ ഇപ്പൊ പറയുന്നത് മിത്രയെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് വേണം നീ അങ്ങോട്ട് പോവാൻ. വളരെ പരിമിതമായ സമയമുള്ളൂ എന്നതിനാലും മിത്ര അത്ര പെട്ടെന്ന് വളയാത്ത ആളാണെന്നുള്ള 100% ഉറപ്പുള്ളതിനാലും വിശ്വ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ആലോഷി പറഞ്ഞിരുത്തിക്കൊണ്ട് അവനെ നോക്കി. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. അമ്മയോട് ജോലിക്ക് ഒരു സൂചന കൊടുത്തുകൊണ്ട് തന്നെ വിശ്വക്ക് പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അപ്പൊ ശരി വിശ്വ, എങ്ങനെ എപ്പോ എന്നതൊക്കെ നിന്റെ ചോയ്സാണ്. എന്തുണ്ടെങ്കിലും തനിക്ക് വിളിക്കാം. എന്റെ നമ്പറിൽ നിന്നാണ് ഞാൻ നേരത്തെ തന്നെ വിളിച്ചത്. അത് സേവ് ചെയ്ത് വെച്ചേക്കണം. ഇനിയുള്ളതെല്ലാം ഫോണിൽ അറിയിക്കാം. അഖിൽ പറയുമ്പോൾ വിശ്വ തലയാട്ടി. ഓക്കെ ബൈ. രണ്ടാളും കൂടി നേരെ തിരിഞ്ഞടന്നു. നിന്റെ നമ്പറിലേക്ക് മിത്രയുടെ ഒരു ഫോട്ടോ സെൻഡ് ചെയ്തു. അതൊന്ന് നോക്കിയേക്ക്. കാറിലേക്ക് കയറി മുന്നേ അലോഷി പറഞ്ഞതും വിശ്വ ഒന്ന് വിറച്ചു. കൈകൾ പോക്കറ്റിലെ ഫോണിൽ മുറുകി. ഒന്നുകൂടി കൈവീശി കാണിച്ചിട്ട് കാർ അവിടെ ഇട്ട് തന്നെ തിരിച്ചുകൊണ്ട് അഖിലും അലോഷിയും പോയതോടെ വിശ്വ ധൃതിയിൽ ഫോൺ കയ്യിലെടുത്തു. ഇതിൽ അവളുണ്ട്, മിത്ര ഡെന്നീസ് മാത്യു. താൻ സ്നേഹിക്കേണ്ടവൾ അല്ല, താൻ സ്നേഹം അഭിനയിച്ച് പറ്റിക്കേണ്ടവൾ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.